വയലിൻ മത്സരം നടന്ന വേദി അത് വളരെയധികം നിലവാരം പുലർത്തിയ ഒന്നായിരുന്നു എന്ന് പറയുന്നു. മത്സരവേദിയിൽ സംഗീത മഴ പെയ്യവേ കൂട്ടിന് പുറത്ത് മഴ കൂടി എത്തിയപ്പോൾ, അതായത് ഇന്നലെ പുതിയ സംഗീതാനുഭവമാണ് പിറന്നതെന്നാണ് നമ്മുടെ റിപ്പോർട്ട് പ്രകാരം. അപ്പൊ കൊല്ലത്ത് കലോത്സവ വേദിയിൽ വയലിൻ മത്സരം നടക്കുമ്പോൾ ചിലരെങ്കിലും അലോഷിയെയും ഓർത്തിരിക്കാം. കുഞ്ഞു പ്രതിഭകളുടെ മാന്ത്രിക വിരലുകളാൽ കലോത്സവവേദി ശ്രുതിസാന്ദ്രമായപ്പോൾ എവിടെ നിന്നോ മഴ ഓടിയെത്തി. പ്രണയത്തിലും വിരഹത്തിലുമെല്ലാം അലിഞ്ഞ് മനസ്സുകളെ മോഹിപ്പിച്ച് കുട്ടികൾ വയലിൻ തന്ത്രികൾ മീട്ടി. എന്നാലും ആ മഴ ഇപ്പോൾ എവിടെ നിന്ന് വന്നതാവും? ആരോ ഒരാൾ കരയും പോലെ, അയാളുടെ കണ്ണീര് പോലെ, അതോ ഏതോ ഒരാൾ മേഘപാളികൾക്കുള്ളിൽ നിന്ന് ചിരിക്കുന്ന പോലെയാണോ? അയാളുടെ ആനന്ദാശ്രു പോലെയാണോ? അത് അയാളായിരിക്കാം, അലോഷി. കൊല്ലം ബീച്ചിൻ്റെ സ്വന്തം വയലിനിസ്റ്റ്. കോട്ടും സ്യൂട്ടുമിട്ട് അയാൾ വയലിൻ വായിച്ചു നടന്ന തീരത്ത് കുട്ടികൾ വയലിൻ മീട്ടുമ്പോൾ അയാൾക്കെങ്ങനെ അവിടെ വരാതിരിക്കാനാകും? എങ്ങനെ നിശബ്ദനായിരിക്കാനാവും? ദീപക് ജേക്കബിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്. നിഖിലിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അലോഷിയെ ഓർക്കാത്ത കൊല്ലത്തുകാരില്ല. കൊല്ലത്ത്, പ്രത്യേകിച്ച് കൊല്ലം ബീച്ചിന് സൈഡിലൊക്കെ എപ്പോഴും കാണുന്ന വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അലോഷി. അതുകൊണ്ട് അലോഷിയെ ഓർക്കാതെ ഒരു വയലിൻ വേദിയും പ്രത്യേകിച്ച് കൊല്ലത്ത് കലോത്സവം നടക്കുമ്പോൾ പോകില്ല എന്നത് തന്നെയാണ് വളരെ മനോഹരമായ റിപ്പോർട്ടിലൂടെ നിഖിൽ പറഞ്ഞു വെച്ചത്.